എല്ലാവർക്കും അനുഗ്രഹവും വിടുതലുമായിരുന്നു എന്ന് അറിയുവാൻ സാധിച്ചതിൽ ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന വിഷയം വിശ്വാസവും പ്രാർത്ഥനയും. പരാജയപ്പെടാത്ത രണ്ട് കാര്യങ്ങളാണ് ദൈവമക്കളുടെ ജീവിതത്തിൽ. പരാജയപ്പെടാത്ത രണ്ട് കാര്യങ്ങളാണ് വിശ്വാസവും പ്രാർത്ഥനയും. എന്തെല്ലാം ഈ ലോകത്തിൽ നഷ്ടമായാലും വിശ്വാസവും പ്രാർത്ഥനയും നഷ്ടപ്പെടരുത്. നഷ്ടപ്പെട്ടാൽ നിത്യ നരകമേ ഗതി. അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടെ മുന്നേറുക. അതേ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വചനത്തിനകത്ത് വിശ്വാസത്തെക്കുറിച്ച് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള വാക്യം. ഒരു രക്തസ്രവമുള്ള സ്ത്രീ, അവൾക്ക് 12 വർഷമായി രക്തസ്രവമുള്ളവളായിരുന്നു. അവിടെ രൂപകളെല്ലാം തീർന്നുപോയി, നശിച്ചുപോയി. ആ സമയത്ത് ഈ ലോകത്തില് ഒരു 6 ദിവസം 7 ദിവസം ആകുമ്പോഴേ സ്ത്രീകള് ക്ഷീണിച്ച് തളർന്നു കിടക്കും. 12 വർഷമായി അവൾക്ക് ഏത് ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ടും ഏത് കൂടോത്തരവാദികളുടെ അടുത്ത് പോയിട്ടും എവിടെല്ലാം അവൾ പോയിട്ടും അവൾക്ക് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. അവൾ വളരെയധികം കഷ്ടപ്പെട്ട് 12 വർഷമായി. പണമെല്ലാം നഷ്ടമായി, എല്ലാം തീർന്നു. ഇനി മരിക്കുക ഗതിയുള്ളെന്നുള്ള ഇതില് അവള് ഒരു സ്ഥലത്ത് ഇങ്ങനെ അവിടെ വീട്ടിൽ കിടക്കുകയാണ്. കിടക്കുന്ന സമയത്ത് ഭയങ്കര സൗണ്ട് കേൾക്കാം. സൗണ്ട് ജയ് ജയ് യേശു ക്രിസ്തു എന്നും പറഞ്ഞ് എല്ലാവരും വരുന്ന സൗണ്ട് അവൾ കേട്ട് അതെന്താണെന്ന് ചോദിച്ചു. ഉടനെ ആൾക്കാർ അവളോട് പറഞ്ഞു യേശു ക്രിസ്തു വരികയാണെന്ന്. അവൾ ഉടനെ എഴുന്നേക്കാൻ മേലെങ്കിലും അവിടുന്ന് കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് അവിടെ ശരീരത്തിലെ എല്ലും തൊലിയും മാത്രമേ ഉള്ളൂ, മാംസം എന്ന് പറയുന്ന അവിടെ ശരീരത്തിലില്ല. അവൾ വളരെയധികം കഷ്ടപ്പെട്ട് അവിടുന്ന് എഴുന്നേറ്റു. ഈ രക്തസ്രവം ഉള്ളവർക്ക് ആ കാലത്തൊന്നും ജനങ്ങളുടെ മധ്യത്തിൽ പോകാൻ പറ്റത്തില്ല. അവൾ ഒരു തീരുമാനമെടുത്തു, ആരും അറിയരുത്, ആരും കാണരുത്, ഞാൻ പോയി യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ ഞാൻ മുട്ടും. ആ നിമിഷം എനിക്ക് സൗഖ്യമാകുമെന്ന് അവൾക്കൊരു നല്ല വിശ്വാസം അവിടെ ജീവിതത്തിലുണ്ടായിരുന്നു. അവൾ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പോയി. ഭയങ്കര ജനം തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ വളരെ കഷ്ടപ്പെട്ട് അതിൻ്റെ ഇടവഴി പുഴു ഞൊളയുന്ന പോലെ ഞൊളഞ്ഞ് അവള് ചെന്ന് അവള് യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ട ഉടനെ അവിടെ വിശ്വാസം എത്ര വലുതാന്ന് നോക്കേ. അവൾ തൊട്ട ഉടനെ അവിടെ രക്തകുസുമം നിന്നു, രക്തസ്രവം നിന്നു. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾക്ക് യേശു അല്ലാതെ വേറെ ആരുമില്ല. ഏത് ഡോക്ടർമാരുടെ അടുത്ത് പോയാലും എത്രയോ ജനങ്ങൾക്ക് സൗഖ്യമാകത്തില്ല. യേശുവിൻ്റെ സന്നിധിയിൽ നീ കരയുകയും വിശ്വസിച്ചോണ്ട് നീ കരഞ്ഞു പ്രാർത്ഥിക്കണം. യേശുവേ, എനിക്ക് സൗഖ്യം തരണമേ, നീ അല്ലാതെ എനിക്ക് ആരുമില്ല. ഉടനെ യേശു ക്രിസ്തു പറയുന്നു, എന്നെ തൊട്ടതാര്? ജനങ്ങളെല്ലാം പറയുന്നു, ഇത്രയും ജനങ്ങൾ ഇങ്ങനെ തിക്കിത്തിരക്കി പോകുന്നല്ലോ, പിന്നെ എന്നെ തൊട്ടതാരെന്ന് ചോദിക്കുന്നു. ഉടനെ യേശു ക്രിസ്തു പറഞ്ഞു, ഇല്ല, എന്നെ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പോയത് എനിക്കറിയാവെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് സ്ത്രീ വിറയ്ക്കാൻ തുടങ്ങി. അവൾ വിറച്ച് യേശുവിൻ്റെ കാൽക്കൽ വീണ് അവിടെ ജീവിതത്തിൽ നടന്ന സംഭവം എല്ലാം യേശുവിനോട് പറഞ്ഞു. ഉടനെ യേശു അവളോട് പറയുന്ന വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ മക്കളെ, പ്രിയ സഹോദര സഹോദരി, നിങ്ങൾക്ക് എന്തെങ്കിലും കഷ്ടമുണ്ടെങ്കിൽ ഈ നിമിഷമേ വിശ്വസിച്ചോണം, യേശു നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നെന്നും യേശു അടുത്ത് നിപ്പുണ്ട്. നിങ്ങളെ ആ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൊന്ന് തൊടാനായിട്ട് ശ്രമിക്കുക. വിശ്വാസത്തോടെ തൊടണം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഇന്ന് നീ വിടുതൽ കണ്ടില്ലെങ്കിലും സ്വല്പ ദിവസം കഴിഞ്ഞാണെങ്കിലും നിന്റെ ജീവിതത്തിൽ ആ വിടുതൽ നടക്കും. ഇത് 100% സത്യമാണ്. എൻ്റെ ജീവിതാനുഭവമാണ്. ഈ രക്തസ്രവമുള്ള സ്ത്രീയെ
അവൾ എത്ര വിശ്വാസത്തോടെ പോയി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലേൽ തൊട്ട ഉടനെ അവൾക്ക് എന്തു പറ്റി? ആ നിമിഷമേ അവിടെ രക്തസ്രവം നിന്നു. നമ്മുടെ ദൈവം ആരാണ് മക്കളെ? അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ, നല്ല വണ്ണമുള്ള സ്ത്രീയാണ്. അവരിങ്ങനെ തുണിയും പിടിച്ചോണ്ട് വന്നിരിക്കുകയാണ് വായിക്ക്. ആ തുണി മുഴുവൻ രക്തമാണ്. അവർക്ക് മിണ്ടാനൊക്കത്തില്ല. എല്ലാ ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് അവർക്ക് സൗഖ്യം കിട്ടിയില്ല. ആരോ പറഞ്ഞു യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണ്, ഇന്ന സഭയിൽ ചെന്നാൽ ഇന്നടത്തൊരു ആൻറ്റി ഉണ്ട്, ആൻറ്റിയുടെ അടുത്ത് ചെന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഉടൻ നിങ്ങൾക്ക് സൗഖ്യം കിട്ടുമെന്ന് അവരോട് പറഞ്ഞു. അവരത് കേട്ട് അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തൊട്ടു. അവരുടെ കയ്യിലിരിക്കുന്ന തുണി മുഴുവൻ രക്തമാണ്. അവർക്ക് വർത്താനം പറയാൻ മേല. വർത്താനം പറയുമ്പോൾ അവരുടെ വായിൽ നിന്ന് ഇങ്ങനെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുക. വളരെ മാസങ്ങളായെന്ന് പറഞ്ഞു ഇങ്ങനെ തുടങ്ങിയിട്ട്. എല്ലാ ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് നിൽക്കുന്നില്ലെന്ന് പറഞ്ഞു. നമ്മുടെ ദൈവം ആരാ മക്കളെ? ഒറ്റ പ്രാർത്ഥന, അവിടെ തലേ കൈ പിടിച്ച് ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച് ഒരു ഗ്ലാസ് വെള്ളവും കുടിക്കാൻ കൊടുത്തു. ആ നിമിഷമേ വായിൽ നിന്ന് വരുന്ന രക്തം നിന്നു. അവൾക്ക് സൗഖ്യം കിട്ടി. അവൾ ഇവിടെ നിന്ന് 45 കിലോമീറ്റർ ദൂരത്തിൽ നിന്നാണ് അവൾ വന്നത്. ഇന്ന് അവൾ ഇവിടുന്ന് 30 കിലോമീറ്റർ ദൂരത്തിൽ ചെളിക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗംഗാനായിക്ക് പാസ്റ്ററിൻ്റെ ചർച്ചിൽ അവൾ വിശ്വാസിയായിട്ട് പോകുന്നു. നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ല. അതുപോലെ തന്നെ ഇനി നമുക്കൊരു വ്യക്തിയെ കൂടെ നോക്കാം, അവരുടെ വിശ്വാസം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 16 മുതൽ 36 വരെയുള്ള വാക്യം നിങ്ങൾ വായിച്ചു നോക്കാം. അതില് പൗലനും ശീലനും കാരാഗൃഹതള്ളി കിടന്ന് പ്രാർത്ഥിച്ചാരാധിച്ചു. അപ്പോൾ കയ്യിലെ ചങ്ങല അഴിഞ്ഞു വീണു. പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കണം. ഇന്ന് നമ്മുടെ വിടുതലിൻ്റെ സമയമാണ് മക്കളെ. എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, പ്രിയ സഹോദര സഹോദരി, നിങ്ങൾക്ക് എന്ത് രോഗമുണ്ടെങ്കിലും ഇപ്പോൾ തന്നെ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അവരെ തടവിലാക്കിയതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് ലാഭം ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയെ, ഒരു ബാല്യക്കാരി, അവള് ഭയങ്കര കൈനോട്ടക്കാരിയായിരുന്നു. അവൾ കൈ നോക്കി എല്ലാം വിവരങ്ങൾ പറയും. അങ്ങനെ പല ദിവസമായപ്പോൾ ഈ പൗലനും ശീലനും ആരാധന സ്ഥലം അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. എങ്ങനെ വിട്ടുപോയി? വിട്ടുപോ സാത്താനെന്ന് അവരോട് പറഞ്ഞ ഉടനെ അവിടെ ശരീരത്തിൽ നിന്നും ആ പൈശാചിക ശക്തി ഇറങ്ങിപ്പോയി. പിന്നെ അവക്ക് കൈ നോക്കി ആരുടെ ഒരു വിഷയവും പറയാൻ ഒക്കുന്നില്ല. അവിടെ യജമാനന്മാരോ വന്നപ്പോൾ 1 രൂപ പോലും അവിടെ കയ്യിലില്ല. അവരോട് ഇവളെല്ലാ കാര്യവും പറഞ്ഞു കാണും. പറഞ്ഞതുകൊണ്ട് അവരിവരെ പിടിച്ചടിച്ച് തല്ലി കൊണ്ടുപോയി ജയിലിൽ ആക്കി. ജയിൽ സൂപ്രണ്ടിനെ അവനോട് പറഞ്ഞു, ഇവരെ വളരെയധികം സൂക്ഷിച്ചോണം. ഇവരേതാണ്ട് കൊല ചെയ്തവരെ പോലെ ആണ് ഇവർ സംസാരിച്ചത്. കള്ളത്താനം ചെയ്ത് ഭയങ്കര ഡെക്കോയിറ്റ്സിനെ പോലെ ഇവരെ കൊണ്ടുപോയി അകത്തെ മുറിയിൽ കൊണ്ടുപോയിട്ട് കാല് ആമത്തിലിട്ട് കയ്യെ ചങ്ങല ആക്കി. നമ്മളൊക്കെ ആണെങ്കിൽ അതും അടിച്ച് ചോരയും എല്ലാം കാലേ കൂടെയും കയ്യെ കൂടെയും എല്ലാം ഒഴുകുകയാണ്. വളരെയധികം കഷ്ടപ്പെട്ടവർ. നമ്മളൊക്കെ ആണെങ്കിൽ എന്തു ചെയ്യും? അയ്യോ, ഞാൻ ദൈവത്തിൻ്റെ വേലയ്ക്ക് പോയിട്ട് എന്നോട് ഇങ്ങനെ പ്രവർത്തിച്ചല്ലോ, ദൈവത്തിന് തടയാൻ മേലായിരുന്നോ, ഞാൻ ദൈവത്തിൻ്റെ വേലയ്ക്കല്ലേ ഇറങ്ങിയെന്നും പറഞ്ഞ് നമ്മൾ പിറുപിറുക്കുകയും എല്ലാം ചെയ്ത് ഒരിടത്ത് എവിടെയെങ്കിലും കിടക്കാൻ നോക്കിയേനെ. പ്രിയ സഹോദര സഹോദരി, അവരെന്ത് ചെയ്തു? പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിച്ചു. ഭയങ്കരത്തിൽ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് കൈയടിക്കാൻ നിവൃത്തിയില്ല. കയ്യിൽ ചങ്ങലയാണ്. എൻ്റെ വിശ്വാസം അവർ 2 പേരും കൂടെ ആ ചങ്ങല അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് അവർ ദൈവത്തെ ആരാധിച്ചു.
അവർ പ്രാർത്ഥിക്കുന്ന ഒച്ച കേട്ട് ഭയങ്കര ശബ്ദത്തിൽ അവർ പ്രാർത്ഥിച്ചു കാണും. ജയിലെന്ന് പറഞ്ഞാൽ ഒരു മുറിയല്ല, ഒരു 3-4 ഏക്കർ 5-6 ഏക്കർ സ്ഥലത്താണ് ഈ ബിൽഡിംഗ് എല്ലാം ഇരിക്കുന്നത്. അങ്ങനെ അവര് ഒച്ചത്തി പ്രാർത്ഥിച്ചു കാണും. പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ജയിൽ പുള്ളികളും പ്രാർത്ഥന കേട്ട് എഴുന്നേറ്റിരുന്നു. അത് കഴിഞ്ഞ ഉടനെ ഇവര് ഈ ചങ്ങല അടിച്ച് അങ്ങോട്ട് പാട്ട് പാടാൻ തുടങ്ങി. പാട്ട് പാടിയ സമയത്ത് എല്ലാ ജയിൽ പുള്ളികളും എഴുന്നേറ്റിരുന്നു. ആ സമയത്ത് അവർ പാട്ട് തീർന്നില്ല, അതിനു മുമ്പേ ആ ജയിലിനകത്ത് ഭയങ്കര ഭൂകമ്പം ഉണ്ടായി. നമ്മുടെ ദൈവത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കോ. ഭയങ്കര ഭൂകമ്പം ഉണ്ടായി. അടുത്ത് ജയിൽ സൂപ്രണ്ട് താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ ഭൂകമ്പമായില്ല, ഈ ജയിലിൽ മാത്രം ഭയങ്കര ഭൂകമ്പം ഉണ്ടായി. അടിവാരമെല്ലാം ഇളക്കി മറിച്ച് എല്ലാം വാതിലെന്ന് പറഞ്ഞാൽ ഇത്രയും വണ്ണമുള്ള ഭയങ്കര ഇരുമ്പ് വാതിലാണ്. അതിൻ്റെ സാക്ഷായെല്ലാം എൻ്റെ കയ്യെക്കാട്ടിലും വണ്ണമുള്ള സാക്ഷായാണ്. അതുപോലത്തെ സാക്ഷായെല്ലാം മേലെ കീഴെ ഇങ്ങനെ ഇളകി എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. കയ്യിലെ ചങ്ങലകളെല്ലാം അഴിഞ്ഞു വീണു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ഇവരുടെ 2 പേരുടെ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന എല്ലാ ജയിൽ പുള്ളികളുടെയും എല്ലാ ജനങ്ങളുടെയും കയ്യിലെ ചങ്ങലകളെല്ലാം അഴിഞ്ഞു വീണ് എല്ലാവരും വെളിയിൽ വന്നിറങ്ങിയപ്പോൾ ഈ ജയിൽ സൂപ്രണ്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ വാതിലെല്ലാം തുറന്നു കിടക്കുന്നു. അയ്യോ, എല്ലാവരും പോയി കാണുമെന്ന് വിചാരിച്ചോണ്ട് അവര് കത്തിയെടുത്ത് തന്നെത്താൻ മരിക്കാനായിട്ട് ഒരുങ്ങി. ഉടനെ പൗലനും ശീലനും, അയ്യോ നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തരുതേ, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. ഉടനെ ആ മനുഷ്യൻ ഇരുട്ടത്ത് ഓടി വന്ന് അവരുടെ കാലിലോട്ട് വീണിട്ട് ചോദിക്കുന്നു, യജമാനന്മാരെ, ഇന്നലെ വരെ ചീത്ത വിളിച്ച് അടിച്ച വ്യക്തിയാ, യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഉടനെ അവർ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. ഉടനെ അവര് അത് വിശ്വസിക്കുകയും അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെല്ലാം കഴുകി മരുന്ന് വെക്കുകയും ആ വീട്ടിൽ അവർക്ക് ആഹാരം കൊടുക്കുകയും ചെയ്തു. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ആരാധിക്കുമ്പോൾ വിശ്വാസത്തോടു കൂടെ ആരാധിക്കണം. പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവം യഹോവ ഈരെ, എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട്. ഇന്നിവിടെ വച്ച് നിങ്ങളെ ഇന്ന് അടയാളം കണ്ടില്ലെങ്കിലും, എൻ്റെ പ്രസംഗം കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിടുതൽ കിട്ടിയില്ലെങ്കിലും, സ്വല്പ ദിവസം കഴിഞ്ഞാണേലും നിങ്ങൾക്ക് വിടുതൽ കിട്ടും. നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിൻ്റെ പ്രാർത്ഥന ചെറുതായിട്ടിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമായില്ല. ആത്മപരവശയോടെ ദൈവം എനിക്ക് തന്നു എന്നുള്ള ആ വിശ്വാസത്തോടും ആത്മപരവശയോടും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ മേളിൽ നിന്നും എന്തിറങ്ങും? തീ ഇറങ്ങുമ്പോൾ നിങ്ങളോട് പോരാടുന്ന, നിൻ്റെ മക്കളുടെ കല്യാണം ഉഴപ്പിയിട്ടിരിക്കുന്നത്, കല്യാണത്തെ തടഞ്ഞിട്ടിരിക്കുന്നത്, പെരപണിയെ തടഞ്ഞിട്ടിരിക്കുന്നത്, അതുപോലെ തന്നെ പ്രമോഷൻ തടഞ്ഞിട്ടിരിക്കുന്നത്, മക്കളുടെ വിദ്യാഭ്യാസത്തെ തടഞ്ഞിട്ടിരിക്കുന്നത്, സൈത്താൻ എന്താ ചെയ്യും? ഓടിപ്പോകണമെന്ന് വരികിൽ നിന്നിൽ എന്തുണ്ടായിരിക്കണം? നീ ആത്മപരവശയാകി ആത്മനിറവോടുകൂടെ നീ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും തീ ഇറങ്ങി വരും. തീ കാണുമ്പോൾ സാത്താൻ ഓടിപ്പോകും. അയ്യോ, ഇവിടെ അടുത്ത് നിൽക്കാനൊക്കത്തില്ല, ഇവരുടെ വീട്ടിൽ നിൽക്കാനൊക്കത്തില്ല എന്നും പറഞ്ഞ് എന്തു ചെയ്യും? ഓടിപ്പോകണമെന്ന് വരികിൽ നീ എന്തു ചെയ്യണം? വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. കണ്ണുനീരിന് ഒരു എജ്ജ പോലും മുമ്പോട്ട് പോകത്തില്ല ദൈവം. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നീ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. അതുപോലെ തന്നെ ലൂക്കോസ് 8-ാം അധ്യായം 49-50 വാക്യം, പള്ളിപ്രമാണിയുടെ മകൾ മരിച്ചുപോയി,
ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു. 50-ാമത്തെ വാക്യം. യേശു അത് കേട്ടാറെ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് അവനോട് പറഞ്ഞു. അവൻ വലിയ പള്ളിപ്രമാണിയാണ്. പള്ളിപ്രമാണിയുടെ മകള് ഭയങ്കര ദീനം ബാധിച്ച് മരിക്കാറായി കിടക്കുമ്പോൾ യേശുവിൻ്റെ അടുത്തോട്ട്, യേശു എവിടെയോ വില്ലേജിലുണ്ട്, യേശു അവിടെ ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് ഈ വ്യക്തി ഓടിപ്പോവുകയാണ്. ഓടിച്ചെന്ന്, ഗുരുവേ, എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മകളെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ അവൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറയുന്നു, ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, നിന്റെ മകളെ മരിച്ചുപോയി. ഉടനെ ദൈവം പറയുകയാണ്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അങ്ങനെ പറഞ്ഞിട്ട് ആ പള്ളിപ്രമാണിയുടെ കൂടെ പോയി. കൂടെ ചെന്നപ്പോൾ ആൾക്കാരെല്ലാം ഭയങ്കര നെഞ്ചത്തടിച്ച് കരച്ചിലും ഭയങ്കര, എല്ലാവരും അവളെ ചൊല്ലി കരയുകയാണ്. അവൾ മരിച്ചു പോയല്ലോ എന്നോർത്ത് കരഞ്ഞു മുറയിടുകയാണ്. മുറയിടപ്പോൾ യേശു പറഞ്ഞു, അവൾ മരിച്ചില്ല, ഉറങ്ങുകയാണ്, അവളെ പറഞ്ഞു. അപ്പോഴത്തേക്ക് മരിച്ചിട്ട് എത്രയോ നേരമായി. ഇവരെല്ലാം ചിരിച്ചു, ഹാസ്യമാടി, മരിച്ചു പോയിട്ടും മരിച്ചില്ല, ഉറങ്ങുകയാണ്. പ്രിയ മക്കളെ, നമ്മളെ ഓരോരുത്തരും നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ വിശ്വാസത്തോടുകൂടെ ഓരോന്ന് പറയുകയും ചെയ്യുമ്പോൾ നമ്മളെ ഓരോരുത്തരും ഹാസ്യമാടും, ഓരോരുത്തരും നമ്മളെ ചിരിക്കുകയും നമ്മളെക്കുറിച്ച് അനാവശ്യം പറയുകയും ചെയ്യും. നിങ്ങളതൊന്നും കണക്കിലെടുക്കരുത്. ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ വിട്ടേക്കണം. അതുപോലെ ചിരിക്കുകയും പറയുകയും ഒരുമാതിരി പരിഹസിച്ചു ദൈവത്തെ, യേശു ക്രിസ്തുവിനെ പരിഹസിച്ചപ്പോൾ യേശു അകത്തിയെന്ന് എല്ലാവരെയും വെളിയിലിറക്കി. ശിഷ്യന്മാരും ആ കുട്ടിയുടെ മാതാപിതാക്കളുമായി അകത്തിയെന്ന് കുട്ടിയുടെ ആ ബാലയുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അവൾ എഴുന്നേറ്റിരുന്നു. അവിടെ മാതാപിതാക്കളോട് പറഞ്ഞു, ഇവൾക്ക് കഴിക്കാൻ കൊടുക്കാൻ. നമ്മുടെ ദൈവം ആരാണ്? വിശ്വാസം വേണം. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തോടുകൂടെ നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീ ചോദിയില്ലേ, നിൻ്റെ മകൾക്ക് അസുഖമായിരിക്കാം, നിൻ്റെ മകന് അസുഖമായിരിക്കാം, നിൻ്റെ ഭർത്താവിന് സുഖമില്ലായിരിക്കാം, നിൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലായിരിക്കാം, നിൻ്റെ അജിക്ക് അമ്മച്ചിക്ക് സുഖമില്ലായിരിക്കാം. നീ കരഞ്ഞു പ്രാർത്ഥിയില്ലേ, ദൈവം ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അതുപോലെ തന്നെ ഒരു വാക്യം നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യം. യേശു വില്ലേജിൽ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി പരാലിസിസ് അടിച്ച ഒരു രോഗിയെ ചുറ്റിക്കെട്ടി എടുത്തോണ്ട് 4 പേര് വന്നു അവൻ്റെ മുമ്പിൽ വെച്ചു. എല്ലാവരും നോക്കിയിരിക്കുകയാണ്. ഉടനെ അവനോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. പാപങ്ങൾ ക്ഷമിക്കാൻ ഇവനാരാ? അവിടെ എല്ലാവരും ഇരുന്നോണ്ട് കുച്ചു എന്ന് വെച്ചു. ഉടനെ ദൈവം അവനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ കൈയില്ല, കാലില്ല, വായില്ല, ആ വ്യക്തി എഴുന്നേറ്റ് നടന്നു. നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവത്തെ പോലെ നമ്മൾ വിശ്വസിക്കണം. ആ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടാണ് ആ വ്യക്തി രക്ഷപ്പെട്ടത്. അല്ലാതെ അവൻ്റെ വിശ്വാസം, അവന് എന്നാ വിശ്വാസമാണ്? അവന് വായില്ല, കൈയില്ല, കാലില്ല, ഒന്നുമില്ല. അവനൊരു ശവം കിടക്കുന്ന പോലെ കിടക്കുന്നു. മുട്ടി നോക്കിയാൽ ശ്വാസമുണ്ട്. അങ്ങനെ ഒരു വ്യക്തി എന്നത് വിശ്വസിക്കാനോ? ഈ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് അവന് സൗഖ്യം കൊടുത്തു. നമ്മൾ വിശ്വസിക്കണം മക്കളെ. വിശ്വസിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെയോ 4 ദിവസം ഗവൺമെൻറ് ആശുപത്രി കടന്നു, 4 ദിവസം ഒരു ദേവസ്ഥാനത്തിൻ്റെ മുമ്പിൽ കടന്നു. അങ്ങനെയെല്ലാം കിടന്ന് ഒടുവിൽ ഡോക്ടർമാർ പറഞ്ഞു, ഗ്ലൂക്കോസ് കയറുന്നില്ല, ഒന്നും കയറുന്നില്ല, മരിച്ചു പോയെന്നാണ് തോന്നുന്നത്, മരിക്കുകയോ ഉള്ളെന്ന് പറഞ്ഞു. കൈ എടുത്താൽ താഴെ വീണാൽ ഒരു വാഴപ്പിണ്ടി എടുത്തിടുന്ന പോലെ കൈ താഴെ പോകും, കാലെടുത്താൽ അത് താഴെ പോകും, ഒരു ജീവനുമില്ല. ഇവിടെ നമ്മൾ മുട്ടി നോക്കിയാൽ ഒരു സ്വല്പം ജീവനുണ്ട്. വായിൽ വെള്ളം ഒഴിച്ചാൽ ഇങ്ങനെ പോകും. അതുപോലൊരു ഓപ്പൺ ഓട്ടായ ഒരു സ്ത്രീയെ കൊണ്ട് വന്നു.
ദൈവമേ, ഈ ശവം എടുത്തുകൊണ്ട് എന്തിനാ ഇങ്ങോട്ട് വന്നത്? കർത്താവേ, BJPക്കാരും RSSകാരും എന്നെ അടിക്കാനാണോ, എന്നെ കൊല്ലാനാണോ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. ഉടനെ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ അപ്പച്ചൻ പറയുന്നു, മകളെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ധൈര്യമായിട്ട് നീ പോകാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ നിന്നും ആ പള്ളിക്കകത്തോട്ട് ചെന്ന് അവിടെ കൈ പൊക്കി നോക്കിയപ്പോൾ കൈ അങ്ങ് താഴെ വീണു, കാല് പൊക്കിയപ്പോൾ കാല് താഴെ വീണു. ചെറു വെള്ളം കുടിക്കാനായിട്ട് കൊടുത്തിട്ട് വെള്ളം കുടിക്കാൻ ഒക്കുന്നില്ല. പ്രിയ സഹോദര സഹോദരി, മുട്ടുമേ നിന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച ഒരു അരമണിക്കൂർ ഞാൻ വിട്ടില്ല, കരഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവമേ, വിശ്വസിച്ചുകൊണ്ട് വന്നിരിക്കുന്ന അല്ലേ, ഇവരെന്നെ കൊല്ലും, കാരണം എല്ലാം അന്യജാതിക്കാരാണ്, കൊല്ലുവെന്നെ, ഞാൻ എന്ത് ചെയ്യും കർത്താവേ എന്നും പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ചു. നീ ഇപ്പം തന്നെ ഇറങ്ങി വരണമേ എന്നും പറഞ്ഞ്, ഇറങ്ങി വന്ന് ഇവളെ തൊടണമേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത്രയും അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു ഉരുളിച്ച് അവിടുന്ന് ഉരുണ്ടിട്ട്, നമ്മുടെ ചർച്ചിന് 92 അടി നീളമുണ്ട്, 92 അടി വരെയും ആ വാതിൽ വരെയും ഉരുണ്ട് പോയി. അവിടെ ചെന്ന് പിന്നെ ഇങ്ങോട്ട് ഉരുണ്ടു, 3-4 പ്രാവശ്യം കിടന്ന് ഉരുണ്ടു. അവൾക്ക് വല്ലതും പറ്റുമോ എന്നൊരു പേടിയായിരുന്നു എനിക്ക്. എന്നാൽ ഉരുണ്ടു. യേശുക്രിസ്തുവിൻ നാമത്തിൽ അവളെ വിട്ടുപോന്ന് പറഞ്ഞു. വിട്ടുപോയി എഴുന്നേറ്റു. അവൾക്ക് വെള്ളം കുടിക്കാൻ കൊടുത്തു, പ്രാർത്ഥിച്ച് വെള്ളം കുടിക്കാൻ കൊടുത്തു. അവൾ എഴുന്നേറ്റ് മുടിയെല്ലാം കെട്ടി, അവിടെ സാരിയെല്ലാം നല്ലതായിട്ട് ഉടുത്തു. നമ്മുടെ ദൈവം ആരാണ്? എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് വിശ്വാസവും പ്രാർത്ഥനയുമേ എൻ്റെ ജീവിതത്തിൽ. വിശ്വസിച്ചോണം. നിൻ്റെ കുടുംബത്തിൽ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അതുപോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യം, അത് വിശ്വാസം ഉള്ളവർക്ക് വേണ്ടി ദൈവം പറഞ്ഞിരിക്കുന്ന വാക്യമാണ്. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. വിശ്വസിക്കാഞ്ഞാൽ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കടിച്ചാലും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. ഇത് നമ്മുടെ ജീവിതത്തിൽ, ഇത്രയും കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്ന് വരികിൽ നീ യഥാർത്ഥമായ ഒരു ദൈവ പൈതലായിരിക്കണം, ശിഷ്യളായിരിക്കണം. ദൈവത്തിൻ്റെ ശിഷ്യനും ശിഷ്യളുമാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കും. എൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ധൈര്യമായിട്ട് പറയുന്നത്, ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ ചന്ദ്രമേശ അഭയന്തരനെ തീക്കാത്തിട്ടപ്പോൾ ദൈവം ഇറങ്ങി വന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ഏത് പ്രശ്നങ്ങളുടെ നടുവിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇറങ്ങി വരും. നീ വിശ്വാസം നിനക്ക് വേണം. വിശ്വാസവും പ്രാർത്ഥനയും നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ താഴ്ത്തി ഏൽപ്പിക്കണം. വിശ്വാസത്തോടുകൂടെ ഒരു വായി ചീത്തയും വിളിച്ച്, ഒരു വായിൽ വീടിയും വലിച്ച്, ഒരു വായിൽ അതും പറഞ്ഞ് ഇതും പറഞ്ഞ് ഒന്നും ചെയ്തിട്ട് നീ പ്രാർത്ഥിച്ചാൽ യാതൊരു പ്രയോജനവുമില്ല. ഈ RCCയുടെ മേലെ പോലും, നിൻ്റെ വീടിൻ്റെ മേളിൽ പോലും ആ പ്രാർത്ഥന പോകത്തില്ല. സൈത്താൻ അടിച്ച് താഴേക്കിടും. നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. പ്രിയ മക്കളെ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങൾക്ക് എന്ത് രോഗമുണ്ടെങ്കിലും എന്ത് കഷ്ടമുണ്ടെങ്കിലും വിശ്വാസത്തോടെ ദൈവത്തോട് പറ. ഞാനിവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ രോഗം സൗഖ്യമാകും. ദയവിട്ട് നിങ്ങൾ എനിക്ക് ഫോൺ ചെയ്യുമ്പോൾ എൻ്റെ വാക്യം കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ കൂടെ പ്രാർത്ഥിച്ച് ആമീൻ പറയാതെ നിങ്ങൾ എന്നെ വിളിക്കരുത്. തുടങ്ങുമ്പോഴേ വിളിച്ചാൽ ഞാൻ എടുക്കത്തില്ല. അതുകൊണ്ട് ഞാൻ കാശ് മുടക്കി, രൂപ മുടക്കി ഞാൻ പ്രസംഗിക്കുന്നത് എല്ലാവരും കേൾക്കുന്നതിനും എല്ലാവർക്കും പ്രയോജനം വരുന്നതിനും വേണ്ടിയാണ്, അല്ലാതെ എന്നെ ഉയർത്താനോ ഒന്നുമല്ല. എൻ്റെ ദൈവം ഉയരണം, ഞാൻ താഴണം. അതേ എൻ്റെ ആശ.
ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരുണാസമ്പന്ന നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, അപ്പാ, ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വരുന്നപ്പാ, വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടെ നിന്റെ സന്നിധിയിൽ വരുന്നപ്പാ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന മക്കളെ നീ അനുഗ്രഹിക്കണമേ. പൂർണ്ണ ആയുസ്സും ആരോഗ്യവും നീ കൊടുക്കണമേ കർത്താവേ. ഏതെല്ലാം രോഗത്താൽ കഷ്ടപ്പെടുന്നോ അവർക്ക് നീ ഇപ്പോൾ തന്നെ വിടുതൽ കൊടുക്കണമേ. ഈ നിമിഷമേ പിതാവിൻ്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ അധികാരമുള്ള യേശു ക്രിസ്തുവിൻ നാമത്തിൽ പരിശുദ്ധാത്മനെ ഇപ്പോൾ തന്നെ തൊടണമേ. ഈ നിമിഷമേ തൊടണമേ. ഈ നിമിഷമേ തൊടണമേ. പരാലിസിസ് രോഗത്താലെ, കാൻസർ രോഗത്താലെ, ഹാർട്ട് പേഷ്യൻ്റ് ആകി കർത്താവെ, ട്യൂമറിൽ കല്ലാകി കർത്താവെ, ഗോൾ ബ്ലാഡറിൽ കല്ലാകി, കിഡ്നിയിൽ കല്ലാകി, എല്ലിയെല്ലാം കർത്താവെ അപ്പാ പ്രോബ്ലങ്ങളാൽ കഷ്ടപ്പെടുന്നു അവരെ ഈ നിമിഷമേ തൊടണമേ. ഈ നിമിഷമേ തൊടണമേ. പരിശുദ്ധാത്മനെ നിനക്ക് സ്തോത്ര. തലയ്ക്കകത്ത് വേദന, ഓ അപ്പ പുറത്ത് വേദന, നടുവേദന, അപ്പച്ച വയറ്റ് വേദന, എന്താ വേദനകൾ ഉണ്ടേലും ഈ നിമിഷമേ നീ തൊടണമേ. ഈ നിമിഷമേ പരിശുദ്ധാത്മനെ തൊടണമേ. സമ്പൂർണ്ണ വിടുതലിനെ കൊടുക്കണമേ കർത്താവേ. ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നപ്പാ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന് മഹത്വം കാണുമെന്ന് പറഞ്ഞിരിക്കുന്നല്ലപ്പാ. ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നപ്പാ. നീ പ്രവർത്തിക്കണമേ അപ്പച്ച. നീ പ്രവർത്തിക്കണമേ അപ്പച്ച. കർത്താവെ, മക്കളുടെ പഠിത്തം തടഞ്ഞിട്ടിരിക്കുന്ന സൈത്താനെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ വിട്ടുപോ. മക്കളുടെ വിവാഹം തടഞ്ഞിട്ടിരിക്കുന്ന സാത്താനെ വിട്ടുപോ. വീട് പണി പൂർത്തിയാക്കാതെ തടഞ്ഞിട്ടിരിക്കുന്ന സാത്താനെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ വിട്ടുപോ കർത്താവെ. അതുപോലെ ഏതെല്ലാം വിഷയങ്ങൾ കടഭാരത്താൽ സുസൈഡ് മാടക്കാകി എಷ್ಟോ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പാ. നീ അവർക്ക് ഒരിക്കലും മരിക്കാനായിട്ട് വിടല്ലപ്പാ. നീ വിളിക്കുകയല്ലാതെ അവർ യാതൊന്നും ചെയ്യുവാൻ നീ വിടല്ലപ്പാ. പരിശുദ്ധാത്മനെ നീ തൊടണമേ. എൻ്റെ ദൈവമോ തൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം തീർത്തു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നല്ലപ്പാ. നീ തീർത്തു കൊടുക്കണമേപ്പാ. നീ തീർത്തു കൊടുക്കണമേപ്പാ. പരിശുദ്ധാത്മനെ നീ തൊടണമേ അപ്പാ. കർത്താവെ, ഏതെല്ലാം കഷ്ടങ്ങളിൽ ജനം കഷ്ടപ്പെടുന്നു നിനക്കറിയാവപ്പാ. നീ കണ്ടുകൊണ്ടിരിക്കുന്നല്ലപ്പാ. നിന്റെ സന്നിധിയിൽ വരുന്നവരെ നീ ഒരിക്കലും തള്ളിവിടല്ലപ്പാ. ആ സ്വർഗത്തിൽ നിന്നും തീ ഇറക്കി സാത്താനെ ചുടണമേ അപ്പാ. എല്ലാ ഭൂതത്തെയും എല്ലാ കൂടോത്രങ്ങളെയും ചുട്ടുപോട്ടെ. യേശുവിൻ നാമത്തിൽ ചുടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചുടട്ടെ. കർത്താവേ, നീ പ്രവർത്തിക്കണമേ. നീ പ്രവർത്തിച്ചിരിക്കുന്ന കൃപയ്ക്കാകി സ്തോത്ര. സകലവും എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.